ഹലോ ഡിയേഴ്സ്, ഇന്നൊരു പരീക്ഷണവുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, ഞാനിന്ന് പരിപ്പ് അടുപ്പിൽ വേവിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പം എനിക്കിപ്പോഴും ഈ അടുപ്പിൽ പരിപ്പ് വേവിക്കുന്ന സമയത്ത് തിളച്ച് പോകാറാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാനിന്ന് പരിപ്പ് വേവിക്കാനായിട്ട് തുടങ്ങിയത്. വേറെ ഒന്നുമല്ല, പരിപ്പ് വേവിക്കുന്ന സമയത്ത് അതിൽ ഒരു കുഞ്ഞ് പ്ലേറ്റ്, അതായത് കുറച്ച് കുഴിയുള്ളൊരു പ്ലേറ്റ് ഞാൻ വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ. വെച്ച് നോക്കുമ്പോൾ എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളാണ് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്ക് തിളച്ച് പോയതേ ഇല്ല, നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അങ്ങനെ കിട്ടി. ഞാൻ പണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു, കുക്കറിലൊക്കെ പരിപ്പ് വേവിക്കുമ്പോൾ സ്പൂൺ ഇട്ട് വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ അടുപ്പിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് സക്സസ് ആയിരിക്കാം എന്നുള്ള ആ ഒരു ഇതിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ മക്കളും സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മക്കൾ പുറത്തു കൂടെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ ഇപ്പോൾ വന്നിട്ട് മാവേലിയിൽ നിന്ന് കിട്ടുന്ന പരിപ്പാണല്ലോ, നല്ല വേവാണ്, അത്യാവശ്യം നല്ല വേവാണ്. പക്ഷേ അത് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റും ഉള്ള ഒരു പരിപ്പും കൂടിയാണ് നമുക്ക് മാവേലിയിൽ നിന്ന് കിട്ടുന്ന പരിപ്പ്. അപ്പോൾ അതിങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് നല്ല സക്സസ്. പരീക്ഷിച്ച് നോക്കിയത് അങ്ങനെ ചെയ്യുമെന്ന് അറിയില്ല, യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടൊന്നുമില്ല. ഇതിലെന്തിട്ടുണ്ട് പാത്രത്തിൽ? പരിപ്പ് ഇട്ടപ്പോൾ പാത്രത്തിൽ ഒന്നും ഇട്ടിട്ടില്ല. പരിപ്പ് ഇട്ടപ്പോൾ അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ച് കൊടുത്തു. ഒരു പ്ലേറ്റാണ് അത് വെച്ചിട്ട് അടച്ചേക്കിയപ്പോൾ തിളക്കില്ല? തിളക്കുന്നുണ്ട്, തിളച്ച് പുറത്ത് പോകണില്ല. പിന്നെ ചോറിൽ അതേപോലെ ചെയ്തോട്ടെ. ചോറിൽ അങ്ങനെ ചെയ്യണ്ട, ചോറ് കുറച്ചൊക്കെ തിളച്ച് പോകണം, അപ്പോഴാ ചോറ് നന്നാവുള്ളൂ.